വിഎസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യ വാർത്തയിലേക്കാണ്. ചത്തമീൻ വാരിയെറിഞ്ഞ് പ്രതിഷേധം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വമ്പൻ പ്രതിഷേധം. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർ ചത്ത മീനുകൾ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേതാക്കൾ ഉപരോധിച്ചു. പ്രശ്നത്തിൽ ജലവിഭവ വകുപ്പിനെ പഴിചാരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ ജലവിഭവ വകുപ്പ് വീഴ്ച വരുത്തി എന്നാണ് അവരുടെ ആരോപണം. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും പ്രതികരിച്ചു. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. എസ് ശ്യാംകുമാറും വിനിത ബിജിയും ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും ചെയ്യുന്നുണ്ട്. ശ്യാമിലേക്ക് ആദ്യം പോകുന്നു. ശ്യാം, ഇവിടെ അവർ ഒരു നിവൃത്തിയില്ലാതെ പ്രതിഷേധിച്ചവരാണ് എന്ന് പറഞ്ഞാൽ മീൻ അകത്തേക്ക് വലിച്ചെറിയുന്നതൊക്കെ സമരരീതിയാണോ എന്ന് ചോദിച്ചാൽ പലയാവർത്തി പറഞ്ഞ് ബദിരകരണങ്ങളിൽ പതിച്ച് നിവൃത്തിയില്ലാതെ ഗതികെട്ടിറങ്ങിയ ഒരു ജനതയുടെ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് അവിടെ കണ്ടത്. ശ്യാം, ഹാഷ്മി, തീർച്ചയായും ഞാൻ നേരത്തെ സംസാരിച്ച ഒരു വാർഡ് മെമ്പർ പറഞ്ഞത് ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ട് 9 തവണയാണ് ഈ ഓഫീസിൽ കയറിയിറങ്ങിയത്. ഒരു വാർഡ് മെമ്പർ 9 തവണ കയറിയിറങ്ങിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇരുന്നുവെങ്കിൽ നേരത്തെ ജനങ്ങൾ ചോദിച്ച പോലെ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യം തന്നെ വീണ്ടും ഉയരുകയാണ്. അത് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നത്. കാരണം പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പെരിയാറിൽ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി നടന്നിട്ടും അതിന്റെ കാരണം എന്തെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുന്നത്. എന്ത് ചോദിച്ചാലും തിരുവനന്തപുരത്തെ തിരക്കണം, അതിന്റെ മറുപടി ലഭിക്കണമെന്നുള്ള മറുപടി കേട്ട് സഹികെട്ടാണ് രാവിലെ കോൺഗ്രസിന്റെ പ്രതിഷേധം ആദ്യം ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയത്. ഉദ്യോഗസ്ഥരോട് രൂക്ഷമായ ഭാഷയിൽ പ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ പുറത്തെത്തിയ മത്സ്യത്തൊഴിലാളികൾ ഈ ചോദ്യം കേട്ട് പലതവണ കേട്ട് ചെവി തഴമ്പിച്ചവരാണ്. അങ്ങനെ അവരുടെ പ്രതിഷേധം പെരിയാറിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ എടുത്തുകൊണ്ട് എങ്കിൽ ഇത് നിങ്ങൾ കൂടി അനുഭവിച്ചോളൂ എന്ന രീതിയിൽ അകത്തേക്ക് എറിയുകയായിരുന്നു. പോലീസ് ഒരുപക്ഷെ കാഴ്ചക്കാരായി തന്നെ നിൽക്കുകയായിരുന്നു. കാരണം അവർക്കറിയാം ഈ പ്രതിഷേധിക്കാൻ എത്തിയവരൊക്കെ ഇതിന്റെ ഇരകളാണ് എന്നുള്ളത്, ലക്ഷങ്ങളുടെ കടക്കാരായി മാറിയ ആളുകളാണ് ഒരു ദിവസം കൊണ്ട് എന്നുള്ളത്, ജീവനോപാധി വഴിമുട്ടിയവരായിരുന്നു എന്നുള്ളത്. അങ്ങനെ പ്രതിഷേധം അലതല്ലുകയായിരുന്നു. കൂടുതൽ ചത്ത മീനുകളെ ഇവിടെ എടുത്തുകൊണ്ടുവന്ന ഓഫീസിലേക്ക് എറിഞ്ഞാണ് അവരെല്ലാവരും പ്രതിഷേധിച്ചത്. അപ്പോഴും അവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന ചോദ്യം ഇതിന്റെ കാരണം എന്ത് എന്നുള്ളതിന് ഉത്തരം പറയാൻ ഇവർക്കാർക്കുമായിട്ടില്ല. ഇപ്പോഴും 4 മണിക്കൂറായി ചർച്ച തുടരുകയാണ്. ആ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ഒന്നടങ്കം പറയുന്നത്. ഹാഷ്മി, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിയത്. വിനിത വിജയ് ചേർന്നു. വിനിത, അലയൻസ് എന്നൊരു കമ്പനി ഒഴുക്കിയ രാസമാലിന്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരങ്ങൾ വരുന്നുണ്ട്, നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, കണ്ടെത്തലുകൾ? വിനീത. ഹാഷ്മി, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തരമായ യോഗം ചേരുകയും ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കളക്ടർ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ ഫാക്ടറികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് നോട്ടീസ് നൽകും, ഒപ്പം തന്നെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് ഇന്നലെ കളക്ടർ പറഞ്ഞത്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ പ്രതിഷേധത്തിന് സമീപമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ പെരിയാറിന്റെ തീരത്തും ഒക്കെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഏറ്റവും വലിയൊരു ജീവിത ഉപാധി എന്ന് പറയുന്നത് ഈ പെരിയാറിലുള്ള മത്സ്യബന്ധനവും ഒപ്പം തന്നെ മത്സ്യകൃഷിയും ഒക്കെയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അവർക്ക് നഷ്ടമായത് വലിയ തുകകളാണ്. വലിയ അവരുടെ ഒരു ജീവിത സമ്പാദ്യം മുഴുവനും അതിനെ ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും.
കഴിയുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ PCBയുടെ ഓഫീസിലേക്ക് അവർ വലിച്ചെറിഞ്ഞ മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മത്സ്യങ്ങൾ നമുക്കിങ്ങനെ ചത്ത് കിടക്കുന്നത് പോലെ ആ പുഴയുടെ തീരത്തൊക്കെ ഇന്നലെ നമ്മൾ പോകുമ്പോൾ ആ പെരിയാർ മുതൽ വരാപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെയുള്ള പുഴയുടെ തീരത്ത് ഇതേമാതിരി മത്സ്യങ്ങൾ കൂട്ടിയിടുന്ന ഒരു കാഴ്ചയാണ്. കാരണം അതിന്റെ രൂക്ഷ ഗന്ധമുണ്ട്. അത് കാരണം ആളുകൾക്ക് അങ്ങോട്ടേക്ക് താമസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കൂടുകൃഷിയൊക്കെ നടത്തുന്ന സാധാരണപ്പെട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ ഉണ്ടായത് വലിയ നാശനഷ്ടമാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. ഒരു മുഖം തിരിച്ചുകൊണ്ടുള്ള ഒരു നടപടി മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധവുമായി അവർ PCB ഓഫീസിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹാഷ്മി. വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശ്യാംകുമാർ നൽകി. എന്ന് പറഞ്ഞാൽ ജനം ഒരു നിവൃത്തിയില്ലാതെ ഇറങ്ങിയതാണ്. അത് ചത്ത മീനുകൾ, ചീഞ്ഞ മീനുകൾ ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, മലിനീകരണ നിയന്ത്രണ ബോർഡ് നിങ്ങൾ കൂടി അതിൻ്റെ ഗന്ധമൊക്കെ നറി എന്നുള്ളതാണ് ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥം. നോക്കാം ഇടപെടൽ ഉണ്ടാകുമോ, നോക്കാം നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ 3 പ്രതികൾക്കും വധശിക്ഷ. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 2022 ജനുവരി 14-നാണ് മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെട്ടത്. ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കോവളം സ്വദേശി റഫീഖ ബീവി, മകൻ ഷഫീഖ്, കൂടെ താമസിച്ചിരുന്ന റഫീഖയുടെ സുഹൃത്ത് പാലക്കാട് സ്വദേശി അൽ അമീൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. വാടക വീട് ഒഴിയുന്ന ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം കവർന്ന ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം വീടിന്റെ മച്ചിലൊളിപ്പിച്ച ശേഷം നാടുവിടാനായിരുന്നു പ്രതികളുടെ നീക്കം. എന്നാൽ സംഭവ ദിവസം തന്നെ 3 പ്രതികളെയും പോലീസ് പിടികൂടി. കേസിൽ 34 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. തുണി കൊണ്ട് കുരുക്കിട്ട് കഴുത്ത് ഞെരിച്ച ശേഷം ഇരുമ്പ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ശാന്തകുമാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് 3 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചത്. 2020 14-കാരിയെ കൊലപ്പെടുത്തിയതും ഇതേ സംഘമാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ കേസ് ഇപ്പോൾ വിചാരണാഘട്ടത്തിലാണ്. 24 തിരുവനന്തപുരം. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവ മാഫിയ. ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയെക്കുറിച്ച് പോലീസിന് സൂചന കിട്ടി. ഹൈദരാബാദിലെ ഡോക്ടറാണ് പ്രധാന ഏജന്റെന്ന് അറസ്റ്റിലായ സാബിത് നാസർ മൊഴി നൽകി. മനുഷ്യക്കടത്തിൽ സബിത്തിന് പ്രാദേശിക സഹായം കിട്ടിയതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായ തൃശൂർ സ്വദേശി സബിത് നൽകിയ വിവരങ്ങളിൽ നിന്ന് ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറാണ് ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനിയെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ലെന്നാണ് സബിത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സബിത്തിന്റെ കൈവശം 4 പാസ്പോർട്ടുകൾ കണ്ടെത്തി. തൃശൂർ വിലാസത്തിൽ ഇയാൾക്ക് 1-ലേറെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. സബിത് സുഹൃത്തുക്കൾ വഴിയാണ് പണമിടപാട് നടത്തിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ദാരിദ്ര്യം ചൂഷണം ചെയ്ത അവയവക്കടത്ത് സംഘം തൃശൂർ മുല്ലശ്ശേരിയിൽ 7 പേർ അവയവം ദാനം ചെയ്തതിൽ സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യം. സാന്ത്വനം ജീവകാരുണ്യ സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതിയും നൽകി. ഇത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇവർ ഉന്നമിക്കുന്നത്. അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ നിന്ന് പറഞ്ഞാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ, ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അവരെയാണ് ഇവർ കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്താൻ തന്നെ സ്ത്രീകളായിട്ടുള്ള ഇടനിലക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൂര്യ സജിയ വാർത്തയുടെ വിവരങ്ങളുമായി. സൂര്യ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ആ സംഘം ആരാണ്, ആരൊക്കെയാണ് പിന്നിൽ, എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് ആ സംഘം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? ഹാഷ്മി, സ്ഥിരീകരിക്കാവുന്ന കണക്കുകൾ പ്രകാരമാണ് ഈ 7 പേർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ 30-ലധികം പേരാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്തിൽ മാത്രം, മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രം ഈ അവയവദാനം ചെയ്ത് അവയവ കച്ചവടത്തിന് ഇരകളാക്കപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു വീട്ടമ്മയുമായി നമ്മൾ സംസാരിക്കുകയുമുണ്ടായി. അവർ പറയുന്നത് ഈ വീട്ടിലെ സ്ഥിതിയെല്ലാം വളരെ മോശമാണ്. ഭർത്താവ് മദ്യപാനിയാണ്, അതോടൊപ്പം തന്നെ കഴുത്തറ്റം കടം, ബാങ്ക് വായ്പ, അങ്ങനെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഇവർക്ക് സഹായം നൽകുന്ന തരത്തിലായിരുന്നു. ഈ അവയവം നൽകിയതോടുകൂടി ഇവർക്ക് കുറച്ച് പൈസ കിട്ടി എന്നവർ സമ്മതിക്കുന്നു.
പറയുന്നു. പക്ഷേ തൻ്റെ ബന്ധുവിനാണ് ഈ അവയവം നൽകിയതെന്നുള്ളതാണ് ഇവർ നമ്മളോടും സംസാരിച്ചത്. അത് തന്നെയാണ് ഈ അന്വേഷണം, അതായത് ഇത് സംബന്ധിച്ച് നേരത്തെ നവംബറിൽ പരാതി നൽകിയതാണ്. ഈ പരാതി നൽകിയിട്ടും ഇതെങ്ങോട്ടും എത്താതെ പോയതിന് പ്രധാന കാരണം ഇവരുടെ ഈ വാദങ്ങൾ തന്നെയാണ്. ഈ 7 പേരും പോലീസിന് മൊഴി നൽകിയത് തങ്ങളുടെ ബന്ധുക്കൾക്കാണ് നൽകിയതെന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ രേഖകളിലടക്കം കൃത്രിമം കാണിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഈ പരാതി നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാബു മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് പോലീസും പറയുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങിയില്ല എന്നുള്ളതാണ് ഇവിടെ എത്തി ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് ഈ കോളനിയിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്. ഈ 10 ലക്ഷം രൂപ വരെ വാങ്ങിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ അവയവ കച്ചവടം നടന്ന കാശ്മീർ. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് എത്രത്തോളം വലിയ നെറ്റ്വർക്കാണെന്ന് അന്വേഷണത്തിൽ, അത് 7 പേരേ ഉള്ളോ അതോ അതിൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യവുമാണ്. അരുൺ പറയുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമല്ല മഴക്കാലമാകാൻ കാത്തിരിക്കുകയാണ്. ജലാശയങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റുകളും ചില സ്ഥാപനങ്ങളും ജലാശയങ്ങളിലേക്ക് ഡ്രെയിനേജ് തുറന്നുവിടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉറക്കം എന്ന് പറയുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു കാലം കൂടിയാണ്. പാലക്കാട് കൊല്ലംകോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കോടി വെച്ച് പിടികൂടി. ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് RRTക്ക് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചത്. നിഖിൽ, എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വീര്യം ചോരാത്ത പുലിയായിരുന്നു. അതിന് തുടക്കം മുതൽ അതിനെ കൂട്ടിലാക്കുന്നത് വരെ ചുരുക്കി പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം ഇത് കുരുങ്ങിയ സമയത്ത് അപ്പോൾ മുതൽ തന്നെ അരികിലേക്കൊക്കെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പോകുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് പിടികൂടിയത് വളരെ സാഹസികമായിട്ടാണ്. ആദ്യം ഒരു ഡോസ് മയക്കുവെടി വെച്ചെങ്കിൽ അത് കൊണ്ടിരുന്നില്ല. ആ മയക്കുവെടി ഈ പുലിക്ക് കൊണ്ടിരുന്നില്ല. അതേ തുടർന്ന് അവർ അരികിലേക്ക് എത്തിയപ്പോഴും നന്നായി അവർക്ക് നേരെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് അതിനെ പിടികൂടിയത്. ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം നീണ്ട സാഹസികമായിട്ടുള്ള ഇടപെടലിന് ശേഷമാണ് തൃശ്ശൂരിൽ നിന്നുള്ള 4 സംഘം RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. ധോണിയിൽ നിന്ന് എത്തിച്ച പ്രത്യേക കൂട്ടിലേക്കാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത്. നിലവിലത്തെ ഒരു തീരുമാനമനുസരിച്ച് ഇവിടുത്തെ വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, പ്രാഥമികമായിട്ട് അതിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും പുറമെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പറമ്പിക്കുളത്തെ വനത്തിലോ മറ്റോ തുറന്നു വിടാനാണ് സാധ്യത. അതല്ല, അതിന് ചികിത്സ നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ധോണിയിലേക്ക് മാറ്റിയോ മറ്റോ ആയിരിക്കും ചികിത്സ നൽകുക. അത് 5 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ മേഖലയെ ആകെ ആശങ്കയിലാക്കിയ ഒരു പുലിയാണിത്. നിരന്തരം ഇവിടെയുള്ള ആൾ, ഇതൊക്കെ ഒരു മാങ്ങാത്തോട്ടമാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ജോലിക്ക് എത്തുമ്പോഴൊക്കെ രാവിലെയും രാത്രിയിലും ഒക്കെ ഇതിനെ നേരിൽ കാണാറുണ്ട്. അവർ ആശങ്കയിലാകാറുണ്ട്. അവർക്ക് മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. ആ ഘട്ടത്തിലെല്ലാം പക്ഷേ പലതരത്തിൽ അവരുടെ ആശങ്കകൾ അറിയിക്കുമ്പോൾ അത് വേണ്ടുന്ന രീതിയിൽ ഗൗനിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്, ഒരു പരാതി കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കുറേയധികം നാളുകളെ അവരെ ആശങ്കയിലാക്കി ആ പുലി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇനി മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി മേഖലയിൽ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പിടികൂടിയിട്ടുള്ള പുലി ഏതാണ്ട് 4 വയസ്സ് വരെ പ്രായം വരുന്ന പുലിയാണ് എന്നാണ് വെറ്ററിനറി സർജൻ തന്നെ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ അതിനെ നിരീക്ഷണത്തിൽ നിർത്തേണ്ടതുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇല്ല, ആരോഗ്യ സ്ഥിതി അത് ഓക്കെയാണ് എന്ന് മനസ്സിലാകുന്ന പക്ഷം പറമ്പിക്കുളത്തെ വനത്തിലേക്ക് അയക്കും. അതല്ലെങ്കിൽ ധോണി പോലെയുള്ള ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക്, ഫോറസ്റ്റിന്റെ തന്നെ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ശേഷം അവിടെ വെച്ചായിരിക്കും ചികിത്സ നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും 6 മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ ഒരു ആശങ്ക, അതായത് ഈ നാട്ടുകാരോടൊക്കെ അവരൊക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു സത്യത്തിൽ ആ പുലി അവിടെ കുരുങ്ങിക്കിടന്നിരുന്നത്. കാരണം ചെറിയ കുരുക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു കുരുക്ക് പുലി തന്നെ അഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ RRT സംഘം അടുത്തേക്ക് എത്തിയാണ് അടുത്ത കുരുക്ക് കൂടി അഴിച്ച് അതിനെ ഈ സുരക്ഷിതമായി ധോണിയിൽ നിന്ന് എത്തിച്ച കൂട്ടിലേക്ക് മാറ്റിയത്. ഇപ്പോൾ കൂട്ടിലാണ് പുലി ഉള്ളത്. അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരുപക്ഷെ പറമ്പിക്കുളത്തേക്കാണെങ്കിൽ അങ്ങനെ, അല്ല ധോണിയിലേക്കാണെങ്കിൽ അങ്ങനെ മാറ്റാനാണ് നിലവിൽ വനവകുപ്പിന്റെ തീരുമാനം. ഹാഷ്മി. നിഖിൽ പ്രമേശാണ് പുലിയെ പിടിച്ച വാർത്ത പറഞ്ഞത്. കില്ലൂർ റോക്സ് സംരക്ഷണം പറയും. നിങ്ങൾ എല്ലാവരും പറയാൻ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വരാപ്പുഴ ഭാഗത്തുള്ള ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം ഈ പെരിയാറിലെയാണെന്നാണ് പഞ്ചായത്ത് തന്നെ പറയുന്നത്. ഈ വെള്ളമാണ് അവിടുത്തെ ജനങ്ങൾ കുടിക്കുന്നത്. അത്യന്തം ഭീകരമായ, അത്യന്തം സങ്കടം ഉണ്ടാക്കുന്ന ചില വെളിപ്പെടുത്തൽ പറയുകയാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ. എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കൾ കൂടി കേസിൽ പ്രതികളായുണ്ട്. പരാതിക്കാരിയായ യുവതിയെ ഒന്നിലേറെ തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അടിമലത്തുറയിലെ റിസോർട്ടിലും തൃക്കാക്കരയിലെയും കുന്നത്തുനാട്ടിലെയും വീടുകളിലും എത്തിച്ച് ബലാത്സംഗം ചെയ്തു. കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാനും ശ്രമിച്ചെന്ന്
നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. 2023 സെപ്റ്റംബർ മാസത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ യുവതി പരാതി നൽകിയത്. വീട്ടിൽ മദ്യപിച്ചെത്തി തന്നെ ഉപദ്രവിച്ചുവെന്നും കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നുമായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതി. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടെ സുലൈമാൻ അബ്ദുൽ ഖാർ ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ ഇപ്പോൾ നല്ല ഒരു ഒട്ടും മഴയില്ല, നല്ല വെയിലാണ്, നല്ല ചൂടുണ്ടെന്ന് പറയുന്നു. ശങ്കരൻ താഴെ പറയുന്നു രാവിലെ മുതൽ അടൂരിൽ നല്ല മഴയാണ് എന്ന് പറയുന്നു. പല സ്ഥലങ്ങളിലും മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ആകാശം മൂടിക്കെട്ടി കിടപ്പുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നൊരു വിവരങ്ങളും. അലക്സ്, എന്താണ് ജില്ലാഭേദമില്ലാതെ സംസ്ഥാനത്തെമ്പാടും ഏറിയും കുറഞ്ഞും മഴയുണ്ടാകും അല്ലേ? ഹാഷ്മി, തീർച്ചയായും ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 2 ദിവസം, അതായത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്ത് പരക്കെ വ്യാപകമായി ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവചനം. 2 ദിവസം ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ആ മലയോര ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാഗ്രത അവിടെ അനിവാര്യമാണ്, അത് തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് അത്തരത്തിൽ കൂടുതൽ ജില്ലകളിലുണ്ട്. ഏതാണ്ട് 10 ജില്ലകളിൽ അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ 2 ദിവസം, നാളെയും മറ്റന്നാളും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ, മലയോര ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതിലേറ്റവും പ്രധാനം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വടക്കൻ കേരള തീരത്ത് അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനത്തിലാണ് ഈ കാറ്റ് ശക്തമാകുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കർശനമായി മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. ഹാഷ്മി. അലക്സ്, റഫീഖ് ചോദിക്കുന്നത് ആഷ്മി വേനൽ മഴയാണോ അതോ കാലവർഷം തുടങ്ങിയോ? പെയ്യുന്ന മഴ കണ്ടിട്ട് വേനൽ മഴ പോലെ തോന്നുന്നില്ല. അങ്ങനെ സംശയത്തിന് കാരണമുണ്ടോ? ഇല്ല. ഹാഷ്മി, അങ്ങനെ ഒരു സംശയത്തിന് കാരണമല്ല. അത് വേനൽ മഴ തന്നെയാണ്. വേനൽ മഴ അത് തീവ്രമായി ലഭിക്കുന്നതാണ്. കാലവർഷം കേരളത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം മെയ് 31 മെയ് 31 കേരളത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. റഫീഖ്, സംശയം വേണ്ട, അത് വേനൽ മഴ തന്നെയാണ്. അത് കാലവർഷമല്ല, കാലവർഷം വരാൻ ഇനി സമയമുണ്ട്. ഇപിയുടെ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്ന് പോലീസ്. BJP പ്രവേശന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന EP ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ്. അന്വേഷണം വേണമെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നാണ് പോലീസ് നിലപാട്. KPCC അധ്യക്ഷൻ K സുധാകരൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു EP ജയരാജന്റെ പരാതി. ദല്ലാൾ TG നന്ദകുമാറിനൊപ്പം BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ മകന്റെ ഫ്ളാറ്റിലെത്തി തന്നെ കണ്ടതും പിന്നീട് ശോഭാ സുരേന്ദ്രൻ BJP പ്രവേശനമെന്ന ആരോപണം ഉന്നയിച്ചതും ഗൂഢാലോചനയാണെന്നും അതുവഴി മാനഹാനി ഉണ്ടായെന്നുമായിരുന്നു EP ജയരാജന്റെ പരാതി. ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ എല്ലാം ഗൂഢാലോചനയെന്നായിരുന്നു EP-യുടെ വാദം. പാർട്ടി നിർദ്ദേശത്തിന് പിന്നാലെയാണ് EP ജയരാജൻ DGPക്ക് പരാതി നൽകിയത്. എന്നാൽ കേസെടുക്കാനാവില്ലെന്ന നിഗമനത്തോടെ പരാതി തള്ളാനാണ് പോലീസ് നീക്കം. മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും പോലീസിന് നേരിട്ട് കേസെടുക്കാനാവില്ലെന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ കഴക്കൂട്ടം ACPയുടെ റിപ്പോർട്ട്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം നടത്താമെന്ന നിലപാടിലാണ് പോലീസ്. EP-യുടെയും മകന്റെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ആരോപണ വിധേയരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമില്ല. അന്തിമ റിപ്പോർട്ട് കഴക്കൂട്ടം ACP ഉടൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. 24 തിരുവനന്തപുരം. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി അത് സ്വീകരിക്കുമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 20 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ മിനിഞ്ഞാന്ന് 3 മണിക്ക് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. അതിനുശേഷം ഈ റെഗുലേറ്റർ തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നതും അതെല്ലാം ഈ മത്സ്യങ്ങൾ ശേഖരിക്കുന്നതും വെള്ളം ശേഖരിക്കുന്നതും. അപ്പോൾ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോകാതെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ഉറപ്പിൽ അന്വേഷണം നടത്തി
കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാസമാലിന്യം ഒഴുക്കുന്ന കമ്പനികൾക്കെതിരായി നമുക്കറിയാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവസായങ്ങൾ നടത്തുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ രാസമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വ്യവസായങ്ങൾ നടത്തുന്ന ഈ കമ്പനികളിൽ നിന്നുള്ള ഈ രാസമാലിന്യങ്ങൾ ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് തുറന്നുവിടുന്നതാണ് ഇത്തരത്തിലുള്ള മത്സ്യക്കുരുതി ഉണ്ടാകുന്നതും വെള്ളം പൊല്യൂട്ട് ആകുന്നതും. അപ്പോൾ അതുകൊണ്ട് വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള തീരുമാനപ്രകാരം ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് വരുന്ന മാലിന്യങ്ങൾ അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടത്തേണ്ട ക്രമീകരണം അത് നടത്താതെ തന്നെ നേരിട്ട് പുഴയിലേക്കും അതുപോലെ തന്നെ കായലിലേക്കും ഒഴുക്കിവിടുന്ന ഈ കമ്പനികൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്ന് കൂടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു കമ്പനികൾക്കെതിരെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറയുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് നടപടി ഉണ്ടാവണം എന്നൊക്കെ നിരന്തരം ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. നടപടി ഉണ്ടാകുമോ, മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണു തുറക്കുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗം പൂർത്തിയായി. ഏകജാലക സംവിധാനമായി സഹകരിക്കുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ സൂചന നൽകി. GST വിഷയം മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു. അന്തിമ തീരുമാനം ഈ മാസം 28-നാണ്. GSTയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ GST ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസോസിയേഷൻസ് എല്ലാം ഏകജാലകം നടത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ 28-ാം തീയതിയുള്ള നമ്മുടെ കൌൺസിൽ തീരുമാനമനുസരിച്ച്. അലക്സ മുഹമ്മദാണ് ആ വാർത്തയോട് വിവരണം. അലക്സ്, അപ്പോൾ ദീർഘനാളായി തുടരുന്ന ഒരു പ്രശ്നമാണത്, അത് പരിഹരിച്ചു എന്ന് പറയാമോ? തത്വത്തിൽ അത് പരിഹരിച്ചു, ഏറെക്കുറെ പരിഹരിച്ചു എന്ന് തന്നെ പറയാം ഹാഷ്മി. അതിൽ നമുക്കറിയാം അവരുന്നയിക്കുന്ന വിഷയം, അതായത് ഈ സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം 2017 മുതലുള്ള അപേക്ഷകൾക്ക് 18% GST ഏർപ്പെടുത്തിയ ആ ഒരു തീരുമാനത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ആ GST കുടിശ്ശിക നൽകാനാകില്ല എന്നവർ നിലപാടെടുക്കുന്നു. അതേസമയം തന്നെ ഈ വർഷം അഡ്മിഷൻ മുതൽ അത് നൽകാം എന്നവർ ഉറപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അതിന്മേലാണ് ആ ചർച്ച പുരോഗമിച്ചത്. അതിൽ നിന്നവർ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ടെന്ന നിലപാട് തന്നെയാണ് ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എന്നാണ് പറയുന്നത്. തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളോട് അനുകൂലമായാണ് മന്ത്രി വകുപ്പും പ്രതികരിച്ചത്. പക്ഷേ GST കൌൺസിൽ എടുത്തൊരു തീരുമാനമാണ്. അത് ആരോഗ്യവകുപ്പിന് മാത്രം ആ തീരുമാനം മാറ്റാൻ സാധിക്കില്ല. അതിനാൽ ധനമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ വിഷയം മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നിലപാട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. 24-ന് നഴ്സിംഗ് കൌൺസിൽ യോഗം ചേരുകയാണ്. കഴിഞ്ഞ വർഷം അംഗീകാരം ഉണ്ടായ എല്ലാ കോളേജുകളിലും അപ്ലിക്കേഷൻ നൽകാം, അംഗീകാരം നൽകാം എന്ന ഉറപ്പ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ലഭിച്ചു എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഈ യോഗത്തിന് ശേഷം 28-ന് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ വീണ്ടും യോഗം ചേരും. അതിലായിരിക്കും ഈ അന്തിമ തീരുമാനം എടുക്കുക എന്ന് അവർ പറയുന്നുണ്ട്. ഈ സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റുകൾ 50% സീറ്റ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതിൽ മാറ്റമില്ല, അത് അങ്ങനെ തന്നെ തുടരുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കും എന്ന് തത്വത്തിൽ അവർ ധാരണ എടുത്തിരിക്കുന്നു. അതിന്റെ സൂചന അവർ നൽകിയിട്ടുണ്ട്. അതിന്റെ അന്തിമ തീരുമാനം 24 നഴ്സിംഗ് കൌൺസിൽ യോഗത്തിന് ശേഷം 28-ന് ചേർന്ന് അവരുടെ അസോസിയേഷൻ യോഗത്തിലായിരിക്കും ഉണ്ടാകുക. അലക്സ മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാം. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാനുള്ളതേ ഉള്ളൂ. നല്ല കാര്യം. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഇന്നാണ്. പാനൂർ തെക്കുമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നതിനിടെയാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം. ബോംബ് നിർമ്മിക്കുന്നതിനിടെ 2015 ജൂണിലാണ് CPIM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നത്. ഇവരെ രക്തസാക്ഷികളായി പരിഗണിക്കുന്നത് കേന്ദ്രീകരിച്ചാണ് വിവാദം. വൈകിട്ട് 5 മണിക്ക് രക്തസാക്ഷി സ്മാരകം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത്. ഷൈജു, സുബീഷ് എന്നിവരുടേത് RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയുള്ള രക്തസാക്ഷിത്വമെന്നാണ് CPIM വാദം. രക്തസാക്ഷികളെ അവഹേളിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി RSSും സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും CPIM വാദിക്കുന്നു. എന്നാൽ വിവാദങ്ങളിൽ വ്യക്തതയുള്ള പ്രതികരണത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായിട്ടില്ല. സ്മാരക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് CPIM പ്രാദേശിക നേതൃത്വം ക്രമീകരിച്ചിരിക്കുന്നത്. 24 കണ്ണൂർ. സജോ ദേവസ്യ വിവരങ്ങൾ വച്ചിരുന്നു. സജോ, അതിൽ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ
കെ ശൈലജയോട് ഇതിൽ പ്രതികരണം ആരായുമ്പോൾ രസകരമായ മറുപടിയാണ്. ഞാൻ വന്നിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നു ശൈലജ. പാർട്ടി സെക്രട്ടറിയും അതിനെപ്പറ്റി കൃത്യമായ മറുപടി അങ്ങനെ പറഞ്ഞിട്ടില്ല. സജ, പാർട്ടി സെക്രട്ടറി എന്തായാലും ഇപ്പോൾ അങ്ങനെ പുറത്ത് ഓരോന്ന് പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി അതിൽ പങ്കെടുക്കും, പാർട്ടി സെക്രട്ടറി തന്നെ ഉദ്ഘാടനം നിർവഹിക്കും, പുറത്തെന്ത് പറഞ്ഞാലും പ്രശ്നമല്ല എന്ന നിലപാട് തന്നെയാണോ അവിടുത്തെ CPM-ന്? ഹാഷ്മി, ഇപ്പോഴും നമുക്ക് ഏറ്റവും ഒടുവിലും പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സെക്രട്ടറിയെ നേരത്തെ തന്നെ ക്ഷണിച്ചതാണ്, ഉദ്ഘാടകനായി നിശ്ചയിച്ചതാണ്. ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടിയാണ് ആ പരിപാടികളൊക്കെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുക. ജില്ലാ കമ്മിറ്റിയാണ് അത് സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നിശ്ചയിച്ചതാണ് അദ്ദേഹം ഇതുവരെ പക്ഷേ 2 തവണ അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. വ്യക്തതയുള്ളൊരു പ്രതികരണം ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയില്ല. പക്ഷേ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം പിന്മാറുന്നതും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിതെളിക്കും എന്നതാണ്. ഈ കാര്യത്തിൽ 2 നേതാക്കന്മാരാണ് ഇതുവരെ വ്യക്തതയുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഒന്ന് CPM-ന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം കൂടിയായ P. ജയരാജനാണ്. P. ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒപ്പം EP ജയരാജന് ഒരു വ്യക്തതയുള്ള പ്രതികരണം നടത്തി. അവർ പറയുന്നത് ഈ തുടർച്ചയായി പാനൂർ മേഖലയിൽ തുടർച്ചയായ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. തലശ്ശേരി മേഖല ആകെ RSS ദത്തെടുത്ത് പ്രവർത്തിച്ച കാലം കൂടിയാണ്. ഈ പ്രത്യേക കാലഘട്ടം എന്നത് OK വാസു മാസ്റ്റർ BJP-യിൽ നിന്ന് CPM പാളയത്തിലേക്ക് എത്തുന്ന ഘട്ടമാണ്. അങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ചെറുത്തുനിൽപ്പ് CPIM സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ സംഘപരിവാർ പല പദ്ധതികളും നടപ്പാക്കാൻ ശ്രമിച്ചു. അതിനെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 2 പേരും CPIM പ്രവർത്തകരാണ്. ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ അന്ന് 10 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൻ്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അന്തിമമായ ഒരു വിധി തീർപ്പിലേക്ക് കോടതി പോലും പോയിട്ടില്ല. ആ സംഭവം എന്നത് അവരെ അന്നു മുതൽ, അതായത് 2015 ജൂൺ 6-നാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നതും ഇരുവരും കൊല്ലപ്പെടുന്നതും. 2016 മുതൽ അന്ന് ആ കൊല്ലപ്പെട്ടതിന് ശേഷം തന്നെ ജില്ലാ സെക്രട്ടറി നേരിട്ട് പോയാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഘട്ട കാലം അത്രയും അനുസ്മരണ പരിപാടികൾ നടത്തി. ഇപ്പോഴൊരു സ്മാരകം നിർമ്മിച്ചത് മാത്രം എന്തുകൊണ്ട് വിവാദമാകുന്നു എന്നതാണ് അവരുടെ ചോദ്യം. അവർ മറ്റു ചില ഉദാഹരണങ്ങൾ വെച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് RSS-ഉം ഇങ്ങനെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ലീഗ് പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പരിക്കേറ്റിട്ടുണ്ട്. അത്തരം സംഭവങ്ങളുണ്ട്. ഇത് മാത്രം എന്തുകൊണ്ട് ചർച്ചയാകുന്നു, വിവാദമാക്കുന്നു, അതിലൊരു അജണ്ടയുണ്ട് എന്ന നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒരർത്ഥത്തിലും ഇവരെ തള്ളിപ്പറയുകയില്ല, അവർ രക്തസാക്ഷികൾ തന്നെ എന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാകാൻ വഴിയില്ല. മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് പരിപാടി സമയത്തെ അറിയാനും കഴിയുകയുള്ളൂ. ഇവിടെ ജിനീഷ് D ചോദിക്കുന്നു, വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് ഒഴിവാക്കാൻ ഒന്ന് ചർച്ച നടത്തുമെന്ന്. അയ്യോ, അതെന്നാ പറ്റി? അങ്ങനെ ഒഴിവാക്കുന്നതിന് എന്താണ് പ്രയോജനം? മഴ പെയ്യാതിരിക്കുമോ? ഇല്ലല്ലോ. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാകാത്തതിനെ തുടർന്ന് കുടുംബശ്രീ സംരംഭകരുടെ ഹോട്ടൽ ഒഴിപ്പിച്ചുവെന്ന ആരോപണം. പത്തനംതിട്ട മലയാലപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ നിന്നും ഇറക്കി വിട്ടെന്നാണ് വനിതാ സംരംഭകരുടെ പരാതി. നിയമപരമായ ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് കെട്ടിടം നൽകിയെന്നാണ് DTPCയുടെ വിശദീകരണം. ദേശാഭിമാനിയുടെ 5 പത്രം എടുക്കണമെന്ന് പറഞ്ഞ് 10 വർഷമായിട്ട് നമ്മൾ അത് പറഞ്ഞ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡൻ്റായ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്. സാറിനോട് പറഞ്ഞ് ഞങ്ങൾ നിലവിൽ 10 വർഷമായിട്ട് പത്രം ഉണ്ടല്ലോ, അത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ കൊട്ടേഷനിൽ പോട്ടെന്ന് പറഞ്ഞു. ലോൺ എടുത്ത് കഴിഞ്ഞ 10 വർഷമായി നടത്തിവന്ന ഹോട്ടൽ ഒഴിപ്പിച്ചെന്നാണ് 6 കുടുംബശ്രീ അംഗങ്ങളുടെ ആരോപണം. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാകണമെന്ന് ആവശ്യപ്പെട്ട് CPIM ഏരിയ കമ്മിറ്റി അംഗം സമീപിച്ചിരുന്നുവെന്നും ഒരു പത്രത്തിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്നറിയിച്ചതോടെ ഹോട്ടൽ ടെൻഡറിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞുവെന്നുമാണ് ആരോപണം. സംസാരിച്ചിരുന്നു. അപ്പോഴും നിങ്ങൾ പത്രം എടുക്കാഞ്ഞതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ വന്നതെന്നാ എന്നോട് പറഞ്ഞ് പോയിന്റ്. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ കൊട്ടേഷനും പോയി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ നിസ്സാര വിലയ്ക്ക് വിറ്റു. നിസ്സാര വിലയ്ക്കെന്ന് പറഞ്ഞാൽ പറയാം, ഞങ്ങൾക്ക് വിഷമമുണ്ട് ആ കാര്യം പറയുന്നതിന്. അങ്ങനെ പോലും ഇത് വിൽക്കുമായിരുന്നു. നാളെ ഞങ്ങളുടെ ജീവിതം എന്തുവാണെന്നറിയത്തില്ല. പത്രപരസ്യമടക്കം നൽകി നിയമപരമായി ടെൻഡർ വിളിച്ചാണ് മറ്റാളുകൾക്ക് കെട്ടിടം കൈമാറിയതെന്നാണ് DTPCയുടെ വിശദീകരണം. വനിതാ സംരംഭകർ സ്ഥാപിച്ച AC അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുച്ഛമായ വിലയ്ക്ക് നൽകി ഒഴിവാക്കിയാണ് ഇവരുടെ മടക്കം. എന്നാൽ വിഷയത്തിൽ പങ്കില്ലെന്നാണ് CPIM നേതാക്കളുടെ വിശദീകരണം. 24 പത്തനംതിട്ട. മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാർത്താക്കുറിപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതിൽ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. മത്സ്യക്കുരുതി മൂലം നാശം സംഭവിച്ച മത്സ്യകർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാരിലേക്ക് ഇന്നു മുതൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കും. ഉൾനാടൻ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത 6 മാസത്തേക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. ചത്ത മത്സ്യങ്ങൾ നീക്കം ചെയ്യുന്ന സംസ്കരിക്കുക തുടർ നടപടികൾ സ്വീകരിക്കും. ഔദ്യോഗിക ജോലിയിൽ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി ആവശ്യമായ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. ചീഫ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒക്കെ ഒരു വാർത്താക്കുറിപ്പാണ്. എന്തായാലും വലിയ അനാസ്ഥയാണ്, ഉറങ്ങിയിരിക്കുന്ന ബോർഡാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾക്കിടയിലാണ് ആ വാർത്താക്കുറിപ്പ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴെങ്കിലും വന്നല്ലോ. തദ്ദേശ വാർഡ് പുനർനിർണയത്തിന് ഓർഡിനൻസ് ഇറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി തേടാൻ ഒരുങ്ങി സർക്കാർ.
പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് ഒപ്പിടാതെ മടക്കി അയച്ചതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഓർഡിനൻസ് ഇറക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയുമാണ്. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവന് കൈമാറി. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഒപ്പിടാൻ കഴിയില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഓർഡിനൻസ് ഗവർണർ സർക്കാരിന് തിരിച്ചയച്ചു. ഇതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ശുപാർശ ചെയ്യാൻ വെള്ളിയാഴ്ച മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയായിരുന്നു. ഗവർണർ ഒപ്പിടുന്നതിന് മുൻപ് നിയമസഭ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് നിലനിൽക്കില്ല. പിന്നീട് ബില്ലായി കൊണ്ടുവരേണ്ടി വരും. ബജറ്റ് പാസാക്കാനുള്ള സമ്മേളനമായതുകൊണ്ട് ബില്ല് കൊണ്ടുവന്ന് പാസാക്കാനുള്ള സമയവും കാണില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുമതി നേടിയെടുക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 2019 വാർഡ് വിഭജിക്കാൻ വേണ്ടിയുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയിരുന്നു. പിന്നീട് നിയമസഭ വിളിച്ചു ചേർത്ത് ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ വാർഡ് പുനർവിഭജനം അന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. വർഗീസ് പറയുന്നു, പത്തനംതിട്ടയിൽ മണിക്കൂറുകളായി തോരാത്ത മഴ എന്ന് പറയുകയാണ്. പല സ്ഥലങ്ങളിലും മഴയുണ്ട്, വയനാട് വെയിലാണ്, പിന്നെ എന്തിനാണ് ഒരു അലർട്ട് എന്ന് അബ്ദുറഹ്മാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. പൂനെയിൽ മദ്യപിച്ച ശേഷം 17 വയസ്സുകാരന് ഓടിച്ച കാർ ഇടിച്ച് 2 പേർ മരിച്ചതിന് പിന്നാലെ അനധികൃത പബ്ബുകൾക്കെതിരെ നടപടി. ലൈസൻസ് ഇല്ലാത്ത പബ്ബുകൾ ഇടിച്ചു നിരത്തുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, ആ നടപടിയുടെ പശ്ചാത്തലം എന്താണ്? അത് കുറച്ച് കടന്ന നടപടിയാണോ ശ്രീനാഥ്? ഇടിച്ചു നിരത്തുക എന്നൊക്കെ പറയുന്നു. ഒരിക്കലുമല്ല ഹാഷ്മി. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പണക്കാരനും പാവപ്പെട്ടവരിനും രണ്ടു തരത്തിൽ എങ്ങനെയാണ് നീതി നൽകുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് കേസ് ഇത് മാറിയിട്ടുണ്ട്. ഒരു 17-കാരൻ, അദ്ദേഹത്തിന്റെ +2 പരീക്ഷാ ഫലം വന്നത് ആഘോഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ പോർഷെ കാർ, അതിന്റെ രജിസ്ട്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല, പോർഷെ കാർ ഓടിച്ച് ഒരു പബ്ബിൽ പോകുന്നു. അവിടെ നിന്ന് മദ്യപിക്കുന്നു. തിരിച്ച് വരുന്ന വഴി ഏതാണ്ട് 160-200 കിലോമീറ്റർ വേഗത്തിൽ വന്ന് 2 പേരെ, ബൈക്കിൽ സഞ്ചരിച്ച് 2 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. 2 പേർ തൽക്ഷണം മരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് 15 മണിക്കൂറിനകം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നിന്നും വളരെ ദുർബലമായ വ്യവസ്ഥകളോടെ ജാമ്യം ലഭിക്കുന്നു. 300 പേജുള്ള 300 വാക്കുകളുള്ള ഒരു എസ്സേ, ഒരു ഉപന്യാസം അപകടത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയുന്നു. 15 ദിവസം ട്രാഫിക് പോലീസിനെ സഹായിക്കണമെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് മദ്യത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ചികിത്സ നൽകണമെന്നും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറഞ്ഞായിരുന്നു ആ ജാമ്യം നൽകിയത്. ഏതായാലും ഈ കേസിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് രോഷമുണ്ടാകുന്നു പോലീസിനെതിരെ. ഇദ്ദേഹം മദ്യപിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇദ്ദേഹത്തെ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ പ്രാഥമികമായി ഡോക്ടർ നൽകിയ മൊഴി ഇതിൽ മദ്യപാനം ഉണ്ടായിട്ടില്ല, ഇദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വലിയ ക്ഷീണം പോലീസിനും സർക്കാരിനും ഒക്കെ തന്നെ ഉണ്ടായ ഘട്ടത്തിലാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച നടപടികൾ ഉണ്ടാവുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ പ്രതിയെ വീണ്ടും ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. ഈ ജാമ്യം പുനഃപരിശോധിക്കണമെന്ന പോലീസിന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു ഇത്. ഒപ്പം തന്നെ പൂനെയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ അനധികൃതമായി പ്രവർത്തിക്കുന്ന പബ്ബുകൾക്കെതിരെ നടപടി തുടങ്ങുന്നു. അത്തരമുള്ളത് പൊളിച്ചു മാറ്റുന്നു. ഈ 17-കാരൻ മദ്യപിച്ച പബ്ബ്, അത് സമയം രാത്രി 1:30 വരെയാണ് ഈ സമയം അനുവദിച്ച് നൽകിയത്. അതിനുശേഷവും പ്രവർത്തിച്ചു. മൈനറായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത ആൾക്ക് മദ്യം നൽകി. ഇത്തരത്തിലുള്ള പബ്ബുകൾക്കെതിരെ ഇപ്പോൾ നടപടി തുടങ്ങിയിട്ടുണ്ട്. ആ പബ്ബ് നേരത്തെ തന്നെ സീൽ ചെയ്തതാണ്. ഈ സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള കൂടുതൽ പബ്ബുകൾക്കെതിരെ നടപടി വരുന്നു. അത് പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടരുന്നു. ഏതായാലും ഒരുപക്ഷെ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാവുകയാണ്. ഹാഷ്മി, ശ്രീനാഥ് ചന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ പ്രതി വീണ്ടും ഹാജരാകുന്നു. ദുർബല വ്യവസ്ഥകൾ ചുമത്തി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് ആണ് പോലീസിന്റെ ആവശ്യം. പോലീസിന് മാത്രമല്ല, കേസ് നോക്കിക്കാണുന്ന ആരുടെയും ആവശ്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നതാണ്. പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഏതോ VVIP ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള, ഒന്ന് കവർപ്പ് നടത്താനുള്ള വ്യാപകമായ നീക്കങ്ങൾ. നമുക്കിവിടെ സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ റിട്രോഗ്രേഡ് അംനീഷ്യ ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. പോട്ടെ. ഇടതുപക്ഷത്തോടുള്ള സമീപനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത. ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. നയമാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നും പത്രാധിപർ കൂടിയായ ബഹാവുദ്ദീൻ നദ്വി പറയുകയാണ്. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇടതുപക്ഷത്തോടുള്ള സമസ്തയുടെ നിലപാടുമാണ് ഭിന്നതയ്ക്ക് കാരണം. സമസ്ത ഇടതുപക്ഷത്തോട് അടുക്കുന്നതിനെ ഒരു വിഭാഗം അനുകൂലിക്കുമ്പോൾ ലീഗ് അനുകൂല പക്ഷം പ്രതിരോധം തീർക്കുകയാണ്.
സമസ്തയുടെ ഇടതു ചായ്വിനെ വിമർശിച്ച് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് അതിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടും. UAE നടന്ന സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മുസ്ലിം ലീഗിനൊപ്പം വിട്ടുനിന്നതിന് പിന്നാലെയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ തുറന്നു പറച്ചിൽ. വിഷയം അടുത്ത മുഷാവറ യോഗത്തിൽ ചർച്ചയാക്കാനാണ് നീക്കം. അതേസമയം സമസ്തയിലെ ലീഗ് വിരുദ്ധരോട് അനുരഞ്ജനം വേണ്ടെന്നാണ് ലീഗ് നിലപാട്. 24 തിരൂർ. വസന്തകുമാരിക്ക് പറഞ്ഞു, ഇപ്പോഴത്തെ മഴയും കാലാവസ്ഥയുമല്ലേ, ഒരു പെയ്ത്തിന് തന്നെ റെഡ് അലർട്ട് പറയിക്കും, പ്രതീക്ഷിക്കാതെ, അങ്ങനല്ലേ ഇപ്പോൾ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എക്സ്ട്രീംസ് ആണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അപ്പോൾ അത് ഏതെങ്കിലും പ്രവചനക്കാരുടെ കുറ്റമല്ല എന്നാണ് തോന്നുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6ാം ഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. കനത്ത ചൂടിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ശക്തി BJPയെ വിരളി പിടിപ്പിച്ചെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ഉത്തർപ്രദേശിലെ ബസ്തിയിൽ രൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത്. മോദിയുടെ സർക്കാർ രാജ്യത്ത് നിലനിൽക്കേണ്ടത് പട്ടിണിയും അഴിമതിയും മടങ്ങിയെത്താതിരിക്കാൻ അനിവാര്യമാണ്. ജൂൺ 4-ന് ഇന്ത്യ മുന്നണി രാജ്യത്ത് ചരിത്രമാകും. आप इंडी अलायंस वालों के बयान देख लीजिए, हर कोई अलग अलग आंकड़ा बताता है और उनके पुराने आंकड़े और उनके पुराने परिणाम देख लीजिए. ഡൽഹിയിലടക്കം ശക്തമായ പ്രചരണമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നടത്തുന്നത്. കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ ഇന്ത്യ മുന്നണിക്കായി വോട്ടഭ്യർത്ഥിച്ചു. നല്ല പ്രതികരണമാണ്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഉത്തരേന്ത്യയിലൊക്കെ സമൂലമായ ഒരു മാറ്റത്തിന് വിധേയമായി കണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ശക്തി BJPയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 58 മണ്ഡലങ്ങളിലാണ് നാളെ പ്രചരണം കൊട്ടിക്കലാശിക്കുക. ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ ബൂത്തിലെത്തും. 24 ഡൽഹി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കൊച്ചിയിലെ കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. സമരം ശക്തമാക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. നഗരത്തിൽ മുഴുവൻ സമയവും ജലവിതരണം ഉറപ്പാക്കാനാണ് ഈ പദ്ധതി എന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. കൊച്ചിയിലെ ജലവിതരണം സോയൂസ് എന്ന കമ്പനിയെ ഏൽപ്പിക്കാനാണ് ജല അതോറിറ്റിയുടെ നീക്കം. ഇതോടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ കുടിവെള്ള അവകാശത്തെ സംരക്ഷിക്കാൻ ഉതകുന്നതല്ല. ഇതിനേക്കാൾ വളരെ നല്ല പദ്ധതി കേരള വാട്ടർ അതോറിറ്റി തന്നെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമായിട്ടുണ്ട്. ആ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സോയിസ് എന്ന് പറയുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെ കുടിവെള്ളത്തെ എപ്പോഴും വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നത് എന്നാണ് ഖേദകരമായ കാര്യം. നഗരത്തിൽ മുഴുവൻ സമയവും ജലവിതരണം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതിയെന്ന് വാട്ടർ അതോറിറ്റി വിശദീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കെത്തിയ സോയൂസ് കമ്പനി പ്രതിനിധികളെ തൊഴിലാളി സംഘടനകൾ തടഞ്ഞു. തുടർന്ന് പ്രതിനിധികൾ മടങ്ങിപ്പോയി. വാട്ടർ അതോറിറ്റിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. വിനീത VG, 24 കൊച്ചി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. ഇതിനായി കോഴിക്കോട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. വിദേശത്തുള്ള പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി. ജർമ്മനിയിലേക്ക് കടന്ന പ്രതി രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ശ്രമം ഊർജിതമായി തുടരുകയാണ്. ബ്ലൂ കോർണർ നോട്ടീസിന് മറുപടി കാത്തിരിക്കുകയാണ് പോലീസ്. ഇതിനുശേഷം റെഡ് കോർണർ നോട്ടീസ് നൽകും. ഇതിനിടയിലാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി കോഴിക്കോട് കോടതിയിൽ ഫറോക്ക് ACP സാജു K. എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അപേക്ഷ സമർപ്പിച്ചു. കോടതി നിർദ്ദേശിക്കുന്ന സമയമനുസരിച്ചായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക. രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 27-ന് കോടതി വീണ്ടും പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രതിയെ സഹായിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ സീനിയർ CPO ശരത് ലാലിനെ കേസിൽ 5ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കോഴിക്കോട്.
അരുൺജി മുട്ടട പറയുന്നു, സ്വന്തമായി വീടില്ലാത്തവരോ അല്ലെങ്കിൽ മക്കൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചവരോ ആയ ചില പ്രായമായ ആളുകൾ തിരുവനന്തപുരം തകരപ്പറമ്പ് ഫ്ലൈ ഓവറിന് ചുവട്ടിൽ രാത്രികാലങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് കണ്ടു. കഷ്ടമാണ് എന്ന് പറയുന്നു. കഷ്ടമാണ്, അധികാരികൾ നോക്കേണ്ടതുമാണ് സത്യമാണെങ്കിൽ. ചെന്നൈയിൽ +2 വിദ്യാർത്ഥിനികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ച് സംഘം പിടിയിൽ. 4 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരാണ് പിടിയിലായത്. 2 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. പ്രതികൾക്കെതിരെ പോക്സോ കേസ് ചുമത്തുകയും ചെയ്തു. ചെന്നൈ വത്സരവാക്കത്തെ ഫ്ളാറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉപയോഗിച്ച് പെൺവാണിഭം നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തിയത്. ജയനഗർ 2-ാം സ്ട്രീറ്റിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വത്സരവാക്കം സ്വദേശി നദിയ, ബന്ധുക്കളായ രാമചന്ദ്രൻ, സുമതി, മായാവുളി, ജയശ്രീ, ഇടപാടിനെത്തിയ കോയമ്പത്തൂർ സ്വദേശി അശോക് കുമാർ, ചെന്നൈ സീതാപ്പേട്ട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. നാദിയയുടെ +2 പഠിക്കുന്ന മകൾ വഴിയാണ് പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. പിന്നീട് ഇവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പെൺവാണിഭത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളും ആപ്പുകൾ വഴിയുമായിരുന്നു ഇടപാടുകൾ. പ്രതികളിൽ നിന്ന് 7 മൊബൈൽ ഫോണുകൾ പിടികൂടി. രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളെ സർക്കാർ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. 24 ചെന്നൈ. വിനോദ് കുമാർ പറയാണ്, ഒരു ചെറിയ മഴ പെയ്താൽ കൊച്ചിയിൽ 24 മണിക്കൂറും വെള്ളമുണ്ടല്ലോ, കുടിവെള്ളം അതില്ലാന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാട്ടോ. തിരുവനന്തപുരം SP മെഡിക്കൽ ഫോർട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം ഇഞ്ചക്കല്ലാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 500-ലധികം കിടക്കകൾ, 170 ICU കിടക്കകൾ, നിർബന്ധ ബുദ്ധിയുടെ സഹായത്തോടെയുള്ള 3D ഹൈബ്രിഡ് കാത്ത് ലാബ്, ന്യൂറോ സർജറിക്കുള്ള റോബോട്ടിക് സർജറി സംവിധാനം തുടങ്ങിയവയാണ് പ്രത്യേകതകൾ. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാനം ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യം എന്ന് അധികൃതർ അറിയിച്ചു. ഷെങ്കൻ വിസ ഫീസ് ഉയർത്തുന്നു യൂറോപ്യൻ കമ്മീഷൻ. ടൈപ്പ് C വിസകളുടെ ഫീസിൽ 12% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് തീരുമാനം തിരിച്ചടിയായേക്കും എന്നാണ് വിലയിരുത്തൽ. ഒരു തവണയെങ്കിലും യൂറോപ്പിന്റെ ഭംഗി ആസ്വദിക്കണമെന്ന സ്വപ്നം കാണുന്നവർക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് യൂറോപ്യൻ കമ്മീഷന്റേത്. അടുത്ത മാസം 11 മുതൽ ഷെങ്കൻ വിസ ഫീസ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. മുതിർന്നവർക്കുള്ള വിസ ഫീസ് 80 യൂറോയിൽ നിന്ന് 90 യൂറോ ആയി കൂട്ടും. പുതുക്കിയ ഫീസ് 7,120 രൂപയിൽ നിന്ന് 8,144 രൂപയാകും. 6 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വിസയ്ക്ക് മുൻപ് 40 യൂറോ ആയിരുന്നത് 45 യൂറോയായാണ് ഉയർത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വിലക്കയറ്റവും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനയുമാണ് വിസ ഫീസ് വർധനയ്ക്ക് കാരണമായി യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. 2023 ഇന്ത്യയിൽ നിന്നുള്ള ഷെങ്കൻ വിസ അപേക്ഷകളിലുണ്ടായത് 43% വർധനയാണ്. ഷെങ്കൻ വിസയുണ്ടെങ്കിൽ 27 യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാം. ഫീസ് വർധനയോട് അംഗരാജ്യങ്ങളും രാജ്യാന്തര വ്യോമ ഗതാഗത സംഘടനയും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നടപടി അംഗരാജ്യങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകുമെന്നാണ് വിശദീകരണം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ആ ഉച്ച വാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.